അതെ, നോക്കിയേ മക്കളെ, ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് രാവിലെ നോമ്പൊക്കെ ആയതുകൊണ്ടേ രാവിലെ തന്നെ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയപ്പം നമ്മളെ വഴുതനയും തക്കാളിയോ ചീരകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാം. അതുമാത്രമല്ല, ഇത് നമ്മളെ കാബേജിൻ്റെ ഇലയോ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കുറച്ച് പറിച്ചു, പിന്നെ കുറച്ച് ചീര പറിച്ചു. അപ്പോൾ ഇതാ ഇത്രയും പച്ചക്കറികൾ പറിച്ചു കേട്ടോ. കുറച്ചധികം ഉണ്ട്. അപ്പം അപ്പുറത്തേക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എന്താക്കാം, ഇന്നത്തെ സ്പെഷ്യലിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഇതിൽ എന്തൊക്കെ സാധനം വേണമെന്ന് വെച്ചാൽ ഇത്രയും സാധനം വേണം. അപ്പം നമുക്ക് ഇതുണ്ടാക്കുന്ന അനുസരിച്ച് ഞാൻ അളവ് പറയാം. ഇപ്പം പറയാം, ഇത് ഉള്ളി, കുറച്ച് കറിവേപ്പില, നമ്മളെ കാബേജിൻ്റെ ഇല, പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് ഉള്ളിത്തണ്ട്, പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ്, നമ്മളെ ഉരുളക്കിഴങ്ങ്, ബീഫ് പൊരിച്ചിട്ട് ചതച്ചെടുത്തതാട്ടോ. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ വേണ്ടത് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലയാണ് വേണ്ടത്. അപ്പം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഒരു 3ഓളം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുനുകുനാന്ന് അരിഞ്ഞതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്ക് പച്ചമുളക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പം നോമ്പൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവർക്കും ഉഷാറായിരിക്കുന്നു വിചാരിക്കുന്നു. നല്ല രീതിയിൽ നോമ്പൊക്കെ തുറന്നിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. പരമാവധി തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ. അപ്പം നമുക്കിതിലേക്ക് എന്താക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഉള്ളി കേട്ടോ ഞാൻ മുറിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി അല്ലാത്തവർ ചെറിയ ഉള്ളി എടുക്കുന്നവരാണെങ്കിൽ ഒരു 10ഓളം കുഞ്ഞുള്ളി വേണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാൻ നോമ്പിന് ഒരുപാട് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കില്ല, അതുപോലെ ഒരുപാട് ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കില്ല. ഒരൊറ്റ കടി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്തെന്നാന്ന് വെച്ചാൽ നമ്മളെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച ശേഷം അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒറ്റ ഉരുളക്കിഴങ്ങ് മതി. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചരണ്ടിയിട്ട് ഇതിലേക്ക്, ചരണ്ടിയിടാത്തവർ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇത് രണ്ടും കൂടി, ഉരുളക്കിഴങ്ങും നമ്മളെ ക്യാരറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ പറിച്ചെടുത്തിരുന്ന നമ്മളെ കാബേജിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം കാബേജിൻ്റെ ഇല ഇല്ലാത്തവർ കുഴപ്പമില്ല, ഞാൻ പറമ്പിലുള്ളതുകൊണ്ട് കാബേജിൻ്റെ ഇല എടുത്തിട്ടതാണ്. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് എന്താ അടുത്തത് ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബീഫാട്ടോ. ബീഫ് വേവിച്ച് അത് ശേഷം അത് പൊരിച്ചിട്ട് അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തതാട്ടോ. അപ്പം ബീഫ് കൂട്ടാത്തവർ ഇതിലേക്ക് ചിക്കൻ ഇട്ടാൽ മതി. ഇനിയിപ്പം ഇറച്ചി കഴിക്കാത്തവരാണെങ്കിൽ ഇത് പച്ചക്കറി മാത്രം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. ഇറച്ചി വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബീഫായാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം ചിക്കനാണെങ്കിലും ടേസ്റ്റാണ്. അപ്പം നമുക്ക് പച്ചക്കറി മാത്രമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി നമുക്കിട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ കുഴച്ചെടുക്കാം. അപ്പം മൈദ ഞാൻ സാധാരണ മൈദ എല്ലാവർക്കും കുഴയ്ക്കാൻ അറിയുന്നതുകൊണ്ടാണ് കുഴയ്ക്കുന്നത് കാണിക്കാണ്ടിരുന്നത്. അപ്പം മൈദ നമുക്ക് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മളെ കുഴയ്ക്കുന്ന അനുസരിച്ചായിരിക്കും മൈദ നമുക്ക് പൊന്തി വരിക. എന്തിനായിക്കോട്ടെ, ഇപ്പം ഇതുണ്ടാക്കുന്ന അതുപോലെ തന്നെ നമ്മൾ കുബൂസൊക്കെ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ തന്നെ മൈദ നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇത് ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് മൈദ കുഴച്ചതാട്ടോ. ഒരു 250 മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മൈദ നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. കുറച്ചെടുത്ത ശേഷം നമുക്ക് എന്താക്കാം, അതിൻ്റെ മേലത്തേക്ക് കുറച്ചൊന്ന് ഉണ്ടയാക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മൈദേൻ്റെ മേലത്തേക്ക് മൈദപ്പൊടി തന്നെ ഇട്ടിട്ട് പരത്തിയെടുക്കാം കേട്ടോ. മൈദ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താൻ എളുപ്പമാണ്. പിന്നെ കുറച്ച് മൈദപ്പൊടി മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം പരമാവധി വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുത്താൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 3-4 ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് കിട്ടും. അപ്പം നോമ്പിന് ഞങ്ങൾ ഒരുപാട് കടികളും ഒരുപാട് ഫുഡൊന്നും കഴിക്കില്ല. ഇപ്പോൾ ഇന്ന് ഈ ഒരു കടി മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ദോശ. അതുമാത്രം തന്നെ അത്താഴത്തിന് എണീച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസ് അടിച്ചത് കഴിക്കുകയുള്ളൂ, അല്ലാണ്ട് ഭക്ഷണമൊന്നും ഓവർ കഴിക്കത്തില്ല. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു അടപ്പെടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടാക്കിയിട്ട് നമുക്ക്
കുഞ്ഞു പൂരീൻ്റെ വലുപ്പത്തിൽ, ഓവർ വലുപ്പമൊന്നും വേണ്ട. ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി നമുക്കിങ്ങനെ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഓരോന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ അടയ്ക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ സൈഡ് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അട പോലെ തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അതുപോലെ ചെയ്ത ശേഷം ഇതാ നന്നായിട്ട് സൈഡ് അമർത്തി കൊടുക്കണം, വിട്ടു പോവാത്ത രീതിയിൽ. എന്നിട്ട് രണ്ട് സൈഡും ഇങ്ങോട്ടേക്ക് പിടിച്ചിട്ട് ഇതുപോലെ മേലത്തേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി അമർത്തി കൊടുത്താൽ മതി. മൈദ ആയതുകൊണ്ട് വിട്ട് വരുമൊന്നുമില്ല. ഞാൻ ഇപ്പം ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പരത്തി വെച്ചതിലേക്ക് നമുക്ക് എന്താക്കാം, നല്ല രീതിയിൽ മസാല നിറച്ച് കൊടുക്കുക. മസാല ഇതാ ഞാൻ എടുക്കുന്നുണ്ട്. മസാല നിറച്ച് കൊടുത്ത ശേഷം അട അമർത്തുന്ന പോലെ തന്നെ രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ അമർത്തി കൊടുത്താൽ മതി. അമർത്തി കൊടുത്തിട്ട് നല്ല രീതിയിൽ അമർത്തി കൊടുക്കണം കേട്ടോ, ഒട്ടി നിൽക്കുന്ന പോലെ. എന്നിട്ട് ഈ രണ്ട് സൈഡും ഇല്ലേ, ഇത് കണ്ടില്ലേ, ഈ രണ്ട് കോണും വന്നിരിക്കുന്നത് നമുക്കിങ്ങോട്ട് മേലോട്ടേക്കായിട്ട് അത് രണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഞാൻ അച്ച് ഉപയോഗിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, കൈ വെച്ചിട്ട് തന്നെയാണ്. ഇത് പൊട്ടിപ്പോവുമോ അല്ലെങ്കിൽ ഒന്നും ആവില്ല കേട്ടോ. ഞാനിത് ചുട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്താക്കുക, എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് മസാല നിറച്ചെടുക്കുക. കണ്ടില്ല, ഞാൻ എല്ലാത്തിലും മസാല നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം അടുപ്പിലേക്ക് ഞാൻ പാം ഓയിലാട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പാം ഓയിൽ ഒഴിച്ചിട്ട് പാം ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇന്ന് വൈകുന്നേരം ഇതും അതുപോലെ തന്നെ പച്ചരി ദോശ, അതുപോലെ തന്നെ പച്ചക്കറി ഉരുളക്കിഴങ്ങ് കറിയാട്ടോ വെച്ചിരിക്കുന്നത്. ഓവർ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ നന്നായിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞ ശേഷം പരമാവധി വെള്ളമാണ്, വേറെ ഭക്ഷണങ്ങളൊന്നും അധികം വേണ്ട. ഇപ്പോഴത്തെ ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പം നമുക്കിത് നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് പൊരിച്ച് കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലാം പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തിട്ട് പൊരിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാൻ ഒരുപാട് സാധനങ്ങളൊന്നുമല്ല, നമ്മൾ ബത്തക്ക മേടിച്ചിട്ട് ജ്യൂസ് അടിച്ച് വെക്കും. അതാകുമ്പോൾ കുറേ കുടിക്കാനുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ആക്കിയാലൊന്നും എല്ലാവരും പറയും നോമ്പ് എടുത്തിട്ട് നിറച്ച് ഭക്ഷണം, ചിലവരങ്ങനെയായിരിക്കും. പക്ഷേ ഞങ്ങളൊക്കെ നോമ്പെടുത്താൽ കുറച്ച് ഫുഡേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബായ്.